ഹായ് ഹലോ 3 ബട്ടർഫ്ലൈസ് വ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇടിച്ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എല്ലാ വീടുകളിലും ഇപ്പോൾ ഇടിച്ചക്കയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഇടിച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം കുരുവൊന്നും ആയിട്ടില്ല. ഇപ്പം ചക്ക ഇടിച്ചക്ക പരുവമുള്ള ചക്കയാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മുറിച്ച് നോക്കാം. ഇനി കുരുവൊക്കെ ആയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ, എന്നാലും ആയി കാണില്ല എന്നാണ്. നല്ല കട്ടിയാണ്. ഇപ്പം നല്ല മുറിച്ചു. ഇതിനകത്ത് കുരുവൊന്നും ആയിട്ടില്ല. നമ്മൾ ഇടിച്ചക്ക പരുവത്തിനുള്ള ചക്ക തന്നെയാണ്. ഇനി ഇതിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അരക്കൊക്കെ മാറ്റി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇത്രയും വലിയ കഷ്ണമായിട്ടാണ് കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇടിച്ചക്ക റോസ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പോഴതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ട് ഈ വെള്ളത്തിൽ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിനെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഇതെല്ലാം നല്ല വെന്ത് ഞാനതിനെ വറ്റിച്ചാണ് എടുത്തത്. ഒട്ടും വെള്ളം കളയരുത്, അന്നേരം അതിൻ്റെ സത്തെല്ലാം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടില്ലേ. അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഇച്ചിരി മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം ഞാൻ നന്നായി ഒന്ന് ഇളക്കിയെടുത്തു. എല്ലായിടത്തും മസാല പിടിച്ചിട്ടുണ്ട്. ഇതിനെ ഇനി ഞാൻ ഒന്ന് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, എന്നിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ചക്ക ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവുമൊന്നും വേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമ്മൾ ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്തല്ലേ ഇട്ട് റോസ്റ്റ് ആക്കി എടുക്കുന്നത്, അതുപോലെ തന്നെ ഇതിനെയും ഒന്ന് വറുത്ത് എടുത്തിട്ടാണ്. ഒരുപാട് വറക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ റോസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിനെ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. റോസ്റ്റല്ല, ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി ഇരിക്കുന്നതിനെയും ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് എടുത്തു. ഇപ്പം ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു. മറ്റ് ചക്കയെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഈ റോസ്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ആ ചെറിയ തവിയാണ്, കൊച്ചു തവിയാണ്, അതിന് 2 തവി എണ്ണ അതിനകത്ത് ഒഴിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതിന് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത്. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴണ്ട് കിട്ടണം. ഇപ്പം നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ഇട്ട് കൊടുത്തു. നേരത്തെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, മറന്നുപോയി. ഇനി പച്ചമുളകും ഇതും കൂടി ഇട്ടൊന്ന് വഴണ്ടതിന് ശേഷം ഒരു തക്കാളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ഒരു തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയ തക്കാളിയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം വേണം. ഇപ്പം ഞാൻ വലിയ തക്കാളി 1 എണ്ണം ഇട്ട് കൊടുത്തോളൂ. ഇത് നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം. ഇപ്പം ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടുത്തത് ഒരു 1/2 സ്പൂൺ ഗരം മസാല. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി മതി. നേരത്തെ ശകലം കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. ഇനി ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി ഒന്ന് വരട്ടെ. ഇനി നമ്മൾ ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് പച്ചമണമൊക്കെ മാറി മസാലയുടെ. ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ച ചക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി അതിലെല്ലാം പിടിക്കണം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ഗ്ലാസ്സും അതിൽ ശകലം കൂടെ കൂടുതലുണ്ട് വെള്ളം, അത്രയും. അത് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് കറിയായിട്ട് വേണ്ട, റോസ്റ്റ് അല്ലേ, അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് അരപ്പിൻ്റെ അകത്ത് കിടന്ന് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വറ്റണം. അപ്പം ഒന്ന് അടച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പം നന്നായി നമ്മുടെ റോസ്റ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി, കറക്റ്റ് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കണം.
അങ്ങനെ എന്തെങ്കിലും മസാലയുടെയൊക്കെ കുറവുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കണം. എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. ബീഫ് റോസ്റ്റിൻ്റെ അതേ മണത്തിലും രുചിയിലുമുള്ള നല്ല സ്വാദിഷ്ടമായ ഇടിച്ചക്ക റോസ്റ്റ് നമ്മളിപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തതായി ഞാൻ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തു. അതിൽ ഉപ്പൊക്കെ ചേർത്തു, വെള്ളവും ചേർത്തു. ഇനി അടച്ചു വെച്ചു. അതവിടെ നിന്ന് വേവുമ്പോഴത്തേക്ക് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം നന്നായി ചതച്ചെടുക്കാം. ഇത് അരപ്പൊക്കെ എത്രത്തോളം എടുക്കുന്നോ അതനുസരിച്ച് മതി. ഇപ്പോൾ നമ്മുടെ വേവിക്കാൻ വെച്ചിരുന്ന ചക്ക നന്നായി വെന്ത് അതിൻ്റെ വെള്ളമെല്ലാം നല്ല വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ഇടികല്ലിലോ അമ്മിക്കല്ല് അതിലൊക്കെ വെച്ച് നമുക്ക് ഇടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇടികല്ലിൻ്റെ കുഴവിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇടികല്ല് പൊട്ടിപ്പോയി. അന്നേരം കുഴവി എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇതുപോലെ അമക്കി കൊടുത്താൽ മതി പാത്രത്തിൽ. അന്നേരം നമുക്ക് എത്രത്തോളം ചതഞ്ഞ് കിട്ടണോ അതനുസരിച്ച് നമുക്കത് ചതഞ്ഞ് കിട്ടും. അപ്പം ഞാൻ ഇതെല്ലാം ഈ കല്ല് വെച്ചൊന്ന് അമർത്തിയെടുക്കട്ടെ. ഇനി തോരൻ വയ്ക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായി. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം തോരൻ വയ്ക്കുന്നതിന് മുമ്പ് ഇതിനുള്ള വറവ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉഴുന്നാണ് ആദ്യം ഇട്ട് കൊടുത്തത്. ഉഴുന്നൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരി മാറ്റണം. കോരി മാറ്റിയിട്ട് അതേ എണ്ണയിൽ തന്നെയാണ് ഇനി തോരനുള്ളത് ചതച്ചത് എടുത്തിടുന്നത്. ഇപ്പം ഞാൻ അതെല്ലാം കോരി മാറ്റി. ഇനി ഇത് ചതച്ച് ഇപ്പം കറക്റ്റ് പരുവത്തിനാണ് ചതഞ്ഞ് കിട്ടിയേക്കുന്നത്. ഇനി ഇതിനെ ഞാൻ ചട്ടിയിലേക്ക് ഇട്ടു. ആ എണ്ണയിൽ തന്നെയാണ് ഇട്ടത്. ലാസ്റ്റ് മാത്രമേ വറവ് നമ്മൾ ഇടാറുള്ളൂ. ഇപ്പോൾ ഈ ചക്കയിൽ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച അരപ്പിനെ ഇട്ട് കൊടുത്തു. ഇനി അതിനെ ചിക്കി പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് ആവിയിലൊന്ന് വേവണം. അരപ്പെല്ലാം നല്ല വെന്ത് കിട്ടും. അടച്ച് വെച്ചേക്കാം. ഇനി ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ അരപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഉപ്പ് വേണോ എന്ന് നമ്മൾ നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് വേണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ഞാനതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ചക്കയിൽ ഉപ്പുണ്ടെങ്കിൽ അരപ്പും കൂടെ ഇട്ടപ്പോൾ ഉപ്പ് കുറവാണ്. അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച വറവ് ഇട്ട് കൊടുക്കാം. ഇനി വറവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. ഇപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു, അടച്ചു. അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ആ വറവെന്ന് പറയുന്ന ആ ഉഴുന്നൊക്കെ നല്ല വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇടിച്ചക്ക റോസ്റ്റും ഇടിച്ചക്ക തോരനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി ഇനി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.